മനുഷ്യ ശരീരം ഒരു അത്ഭുത യന്ത്രമാണ്. നമ്മൾ പോലും അറിയാത്ത പല കാര്യങ്ങളും ഓരോ സെക്കൻഡിലും നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നുണ്ട്. അത്തരത്തിൽ നിങ്ങളെ അമ്പരപ്പിക്കുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ചുറ്റും എന്ത് മണം വന്നാലും നമ്മുടെ മൂക്ക് അത് തിരിച്ചറിയില്ല. അതുകൊണ്ടാണ് വീട്ടിൽ ഗ്യാസ് ലീക്ക് ആവുകയോ പുക ഉയരുകയോ ഒക്കെ ചെയ്താൽ ഉറക്കത്തിൽ പലരും അത് അറിയാതെ പോകുന്നത്. ശബ്ദം കേട്ടാൽ നമ്മൾ ഉണരും, പക്ഷേ മണം കൊണ്ട് ഉണരില്ല. ഒരു മുതിർന്ന മനുഷ്യന്റെ ശരീരത്തിലുള്ള ഇരുമ്പ് ഉപയോഗിച്ച് ഏകദേശം 3 ഇഞ്ച് നീളമുള്ള ഒരു ആണി നിർമ്മിക്കാൻ കഴിയും. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നതും ഓക്സിജൻ എത്തിക്കുന്നതും ഒക്കെ ഈ ഇരുമ്പാണെങ്കിലും അതൊരു ലോഹരൂപത്തിൽ മാറ്റിയാൽ ഇത്രയും വലിപ്പമുണ്ടാകുമെന്നത് അതിശയകരമാണ്. ഇതിലെ കണക്കുകൾ ഇങ്ങനെയാണ്. ഇരുമ്പിന്റെ അളവ് ശരാശരി ഒരു മുതിർന്ന പുരുഷന്റെ ശരീരത്തിൽ ഏകദേശം 4 ഗ്രാം ഇരുമ്പും സ്ത്രീകളിൽ ഏകദേശം 3.5 ഗ്രാം ഇരുമ്പും അടങ്ങിയിട്ടുണ്ട്. ആണിയുടെ വലിപ്പം ഈ 3 മുതൽ 4 വരെ വരുന്ന ഇരുമ്പ് ഉരുക്കിയെടുത്താൽ ഏകദേശം 2.5 മുതൽ 3 ഇഞ്ച് വരെ നീളമുള്ള ഒരു ആണി നിർമ്മിക്കാൻ ആവശ്യമായ ലോഹം കിട്ടും. ശരീരത്തിൽ ഈ ഇരുമ്പ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് നോക്കിയാലോ. ശരീരത്തിലെ ഇരുമ്പിന്റെ ഭൂരിഭാഗവും ഇനി പറയുന്ന ഇടങ്ങളിലാണ് കാണപ്പെടുന്നത്. അത് ഏതൊക്കെയെന്ന് നോക്കാം. ഹീമോഗ്ലോബിൻ രക്തത്തിലെ ചുവന്ന രക്തകോശങ്ങളിലാണ്. ഇതിൽ അധികവും ശ്വാസകോശത്തിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നതും ഈ ഇരുമ്പാണ്. മയോഗ്ലോബിൻ എന്ന പ്രോട്ടീനിലൂടെ പേശികൾക്ക് ഓക്സിജൻ നൽകാൻ ഇരുമ്പ് സഹായിക്കുന്നുണ്ട്. ബാക്കി വരുന്ന ഇരുമ്പ് കരൾ, അസ്ഥി എന്നിവിടങ്ങളിൽ ഭാവിയിലേക്കായി സംഭരിച്ചു വെക്കും. നമ്മുടെ കണ്ണുകൾക്ക് 576 മെഗാ പിക്സൽ ക്യാമറയുടെ റെസല്യൂഷൻ ഉണ്ട്. അതായത് ലോകത്തിലെ ഏറ്റവും മികച്ച സ്മാർട്ട് ഫോൺ ക്യാമറയേക്കാൾ എത്രയോ മടങ്ങ് കരുത്തുള്ളതാണ് നമ്മുടെ കാഴ്ച. നിങ്ങളുടെ കണ്ണുകൾ ലോകത്തിലെ ഏറ്റവും മികച്ച ക്യാമറയാണ്. ആപ്പിളിന്റെയോ സാംസങ്ങിന്റെയോ ഏറ്റവും പുതിയ ഫോണുകളേക്കാൾ എത്രയോ മടങ്ങ് കരുത്തുള്ള ക്യാമറയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും മുഖത്തുള്ളത്. ശാസ്ത്രീയ കണക്കുകൾ പ്രകാരം മനുഷ്യനേത്രത്തിന്റെ റെസല്യൂഷൻ ഏകദേശം 576 മെഗാ പിക്സലാണ്. നമ്മൾ കാണുന്ന ഓരോ ദൃശ്യവും ഇത്ര വ്യക്തതയോടെ തലച്ചോറിലെത്തിക്കാൻ നമ്മുടെ കണ്ണുകൾക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് അതിമനോഹരമായ ഒരു പ്രകൃതി ദൃശ്യം ഫോണിൽ പകർത്താൻ ശ്രമിക്കുമ്പോൾ നേരിട്ട് കാണുന്ന അത്ര ഭംഗി ലഭിക്കാത്തത്. മറ്റൊരു രസകരമായ വസ്തുത എന്തെന്നാൽ നമ്മുടെ കണ്ണിന്റെ ലെൻസ് ഒരു ഡിജിറ്റൽ ക്യാമറയേക്കാൾ വേഗത്തിൽ ഫോക്കസ് ചെയ്യാൻ ശേഷിയുള്ളതാണ്. പ്രശസ്ത ശാസ്ത്രജ്ഞനും ഫോട്ടോഗ്രാഫറുമായ ഡോക്ടർ റോജർ ക്ലാർക്ക് നടത്തിയ പഠനങ്ങളിലാണ് മനുഷ്യനേത്രത്തിന്റെ റെസല്യൂഷൻ 576 മെഗാ പിക്സൽ ആണെന്ന് കണ്ടെത്തിയത്. എങ്ങനെയാണ് ഈ കണക്കിലെത്തിയതെന്ന് നോക്കാം. നമ്മുടെ കാഴ്ച സ്ഥിരമായ ഒരു ഫോട്ടോ പോലെയല്ല. നമ്മൾ കണ്ണ് ചലിപ്പിക്കുമ്പോഴും നോക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴും നമ്മുടെ തലച്ചോർ ആ ദൃശ്യങ്ങളെ കൂട്ടി യോജിപ്പിച്ച് വലിയൊരു ചിത്രം നിർമ്മിക്കുന്നു. നമ്മുടെ ദൃശ്യപരിധിയിലുള്ള ഓരോ ചെറിയ ബിന്ദുവിനെയും പിക്സലുകളാക്കി കണക്കാക്കിയാൽ തലച്ചോറ് പ്രോസസ്സ് ചെയ്യുന്ന ആകെ ദൃശ്യത്തിന് ഏകദേശം 576 മെഗാ പിക്സൽ വ്യക്തതയുണ്ടാകും. ഫോൺ ക്യാമറയും കണ്ണും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് നോക്കാം. ഇന്നത്തെ ഏറ്റവും മികച്ച ഫോണുകളിൽ പോലും 100 അല്ലെങ്കിൽ 200 മെഗാ പിക്സൽ ക്യാമറകളാണുള്ളത്. എന്നാൽ ഇവയ്ക്കൊരു നിശ്ചിത പരിധിയിലുള്ള കാര്യങ്ങൾ മാത്രമേ പകർത്തുവാൻ കഴിയൂ. പക്ഷേ നമ്മുടെ കണ്ണിന് ഒരു സെൻസറിനേക്കാൾ ഉപരിയായി തലച്ചോറുമായി നേരിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ വെളിച്ചം കുറഞ്ഞ സ്ഥലങ്ങളിലും വളരെ ദൂരെയുള്ള കാര്യങ്ങളിലും ഒരേപോലെ ഫോക്കസ് ചെയ്യാൻ കണ്ണിന് കഴിയും. ഇത് ഡിജിറ്റൽ ക്യാമറകൾക്ക് പോലും ഇന്നും വെല്ലുവിളിയാണ്. നമ്മുടെ ആമാശയത്തിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരു ബ്ലേഡ് കഷ്ണത്തെ പോലും ദഹിപ്പിക്കാൻ ശേഷിയുള്ളത്ര ശക്തമാണ്. എന്നാൽ ആമാശയത്തിന്റെ ഉൾഭിത്തി ഓരോ നിമിഷവും സ്വയം പുതുക്കുന്നത് കൊണ്ടാണ് ഈ ആസിഡ് നമ്മളെ ബാധിക്കാത്തത്. നമ്മുടെ ആമാശയത്തിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ pH മൂല്യം 1നും 2നും ഇടയിലാണ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഇത്രയും കുറഞ്ഞ pH ഉള്ള ആസിഡിന് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച ബ്ലേഡുകളെ പോലും ലയിപ്പിക്കാൻ കഴിയും. 1996 നടന്ന ഒരു പഠനത്തിൽ മനുഷ്യന്റെ ആമാശയത്തിലെ ആസിഡിന് സമാനമായ ദ്രാവകത്തിൽ ബ്ലേഡ് ഇട്ട് നോക്കിയപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ അത് ദ്രവിച്ചു പോകുന്നതായി കണ്ടെത്തി കഴിഞ്ഞു. എന്തുകൊണ്ട് നമ്മുടെ വയറ് ദഹിച്ചു പോകുന്നില്ല നോക്കാം. ഇത്രയും ശക്തമായ ആസിഡായിട്ടും നമ്മുടെ ആമാശയം സുരക്ഷിതമായിരിക്കുന്നത് പ്രധാനമായും 2 കാരണങ്ങൾ കൊണ്ടാണ്. ആമാശയത്തിന്റെ ഉൾഭിത്തിയിൽ മ്യൂക്കസ് എന്ന പശിമയുള്ള ഒരു സംരക്ഷണ പാളിയുണ്ട്. ആസിഡിന് ഈ പാളിയെ മറികടന്ന് ആമാശയത്തെ നശിപ്പിക്കാൻ കഴിയില്ല. ആമാശയത്തിന്റെ ഉൾഭിത്തിയിലെ കോശങ്ങൾ അതിവേഗത്തിൽ നശിക്കുകയും അതിലും വേഗത്തിൽ പുതിയവ ഉണ്ടാവുകയും ചെയ്യുന്നു. ഏകദേശം ഓരോ 3 മുതൽ 4 ദിവസം കൂടുമ്പോഴും നിങ്ങളുടെ ആമാശയം അതിന്റെ ഉൾവശം പൂർണ്ണമായും പുതിയ കോശങ്ങൾ കൊണ്ട് മാറ്റി സ്ഥാപിക്കും. അതായത് ഒരു മാസത്തിൽ തന്നെ 7-8 തവണ നിങ്ങളുടെ വയറിന്റെ ഉൾവശം പുതുക്കപ്പെടുന്നു എന്നർത്ഥം. വിരലടയാളം മാത്രമല്ല, നിങ്ങളുടെ നാവും പറയും നിങ്ങൾ ആരാണെന്ന്. ലോകത്തൊരാൾക്കും ഒരേപോലുള്ള നാവടയാളങ്ങളില്ല. ഓരോ മനുഷ്യന്റെയും വിരലടയാളം വ്യത്യസ്തമാണെന്ന് നമുക്കറിയാം. എന്നാൽ അതുപോലെ തന്നെ ഓരോരുത്തരുടെയും നാവിലെ അടയാളങ്ങളും ലോകത്ത് ഒരാളുടേതുമായി സാമ്യമില്ലാത്തതാണ് ഇത്. നാവിന്റെ ആകൃതി, വലിപ്പം, ഉപരിതലത്തിലെ ഘടന എന്നിവ ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും.
നാവിലെ ചെറിയ മൊട്ടുകൾ വിന്യസിച്ചിരിക്കുന്ന രീതിയും അതിന്റെ വരകളും ഓരോരുത്തരിലും വ്യത്യസ്തമാണ്. ഇരട്ട കുട്ടികളിൽ പോലും വിരലടയാളം പോലെ തന്നെ നാവടയാളവും വ്യത്യസ്തമായിരിക്കും. ഇതിന്റെ ഫോറൻസിക് സയൻസിലെ ഉപയോഗം വിരലടയാളം പലപ്പോഴും കൃത്രിമമായി നിർമ്മിക്കാനോ അല്ലെങ്കിൽ സർജറി വഴി മാറ്റാനോ സാധിച്ചേക്കാം. എന്നാൽ നാവ് ശരീരത്തിനുള്ളിൽ സംരക്ഷിതമായിരിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ അതിലെ അടയാളങ്ങൾ മാറ്റാൻ കഴിയില്ല. അതിനാൽ വ്യക്തികളെ തിരിച്ചറിയാൻ ഏറ്റവും വിശ്വസനീയമായ മാർഗമായി നാവടയാളത്തെ ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നുണ്ട്. വായ്ക്കുള്ളിൽ സുരക്ഷിതമായി ഇരിക്കുന്നതിനാൽ നാവടയാളത്തിൽ മാറ്റം വരുത്തുക എന്നത് അസാധ്യവുമാണ്. അതുകൊണ്ട് തന്നെ ബയോമെട്രിക് സംവിധാനങ്ങളിൽ ഏറ്റവും കൃത്യതയുള്ള ഒന്നായി നാവടയാളത്തെ ശാസ്ത്രം കാണുന്നു. നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങളുടെ നാവിൻ തുമ്പിലും ഒളിഞ്ഞിരിക്കുന്നു എന്ന് ചുരുക്കം.